ബീഹാറിൽ ഇടിമിന്നൽ ഏറ്റ് വിവിധയിടങ്ങളിൽ ഇന്ന് 25 പേർ മരിച്ചവരുടെ കുടുംബത്തിന് 4 ലക്ഷം രൂപ സഹായം പ്രഖ്യാപിച്ച സർക്കാർ. ഇന്നലെ ബീഹാറിൽ മിന്നലേറ്റ് മരിച്ചത് 13 പേരാണ്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് അശ്വിനിയാണ് നമുക്കൊപ്പം ചേരുന്നത്. അശ്വിനി, വലിയ ഡെത്ത് ടോളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ വലിയ മരണമുണ്ടായി, ഇന്ന് 25 മരണമാണ്. എവിടെയൊക്കെയാണ് കൂടുതൽ മരണം ഉണ്ടായിരിക്കുന്നത്? ബിനിൽ, ഇത് തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഇത്തരത്തിൽ മിന്നലേറ്റ ബീഹാറിൽ ആളുകൾ മരിക്കുന്നത്. നളന്ദ ജില്ലയിൽ മാത്രം 18 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 6 മരണം മിന്നലേറ്റല്ല. അത് മരം കനത്ത മഴയിലും കാറ്റിലും മരം കടപുഴകി വീണ അതിനടിയിൽപ്പെട്ടാണ് 6 പേർ മരിച്ചിരിക്കുന്നത്. നളന്ദയിലെ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നളന്ദയിലെ 18 മരണങ്ങൾക്ക് പുറമെ സിവാനിൽ 2 പേരും, കത്തിഹാർ, ദർഭംഗ, ബെഗുസറായ്, അഗൽപൂർ, ജഹാനാബാദ് എന്നിവിടങ്ങളിൽ ഓരോരുത്തരും മിന്നലേറ്റ് മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെയും സമാനമായ രീതിയിൽ വിവിധയിടങ്ങളിലായി 13 പേരാണ് മിന്നലേറ്റ് മരിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയും അതുപോലെ തന്നെ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വേനൽ മഴയിലാണ് ഇത്രയധികം പേർ ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ആളുകളോട് ജാഗ്രത പാലിക്കാൻ അടക്കമുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സേനയടക്കം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ശക്തമായ മിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മിന്നലേറ്റ് മരിച്ച, അതായത് കനത്ത മഴയിലും മിന്നലേറ്റ് മരിച്ച ആളുകളുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. അടുത്ത കുടുംബാംഗങ്ങൾക്ക് 4 ലക്ഷം രൂപയുടെ ധനസഹായമാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നിൽ ശരി, വ്യക്തമാണ്. 4 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു. 25 പേർക്കാണ് ഇപ്പോൾ ബീഹാറിൽ വിവിധ ഇടങ്ങളിൽ, നളന്ദ ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ ഇടിമിന്നലേറ്റ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇന്നലെ 13 പേര് മരിച്ചിരിക്കുന്നു. അശ്വിനിയാണ് വിവരങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ.